പി എസ് രഞ്ജിത്ത്, ഇന്നിപ്പോൾ വയനാട്ടിലാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഇന്നലെ കാസർഗോഡ് തുടങ്ങി, കാലിക്കടവിൽ തുടങ്ങിയതാണ് സർക്കാരിൻ്റെ വാർഷിക ആചരണം. ആഘോഷമെന്ന് പറയരുത് എന്നാണ് സർക്കാർ പറയുന്നത്, പകരം അതിനെ സോഷ്യൽ ഓഡിറ്റ് എന്ന് വിളിക്കണം എന്നാണ്. എങ്ങനെയാണ് ആ പദപ്രയോഗം നടത്തുക നമുക്കറിയില്ല. 4ാം വാർഷിക സോഷ്യൽ ഓഡിറ്റ് ഇന്നിപ്പോൾ വയനാട്ടിലാണ് നടക്കുക. മുഖ്യമന്ത്രിയുണ്ട്. ഇന്നിപ്പോൾ ഔദ്യോഗിക ദുഃഖാചരണം ഉള്ളതുകൊണ്ട് വലിയ ആഘോഷ പരിപാടിയായിട്ടല്ല നടത്താൻ പോകുന്നത്, അല്ലേ? ഡോക്ടർ അരുൺ, ഇത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെയും വാദമെന്ന് പറയുന്നത്. അതായത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കിക്കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ അതിജീവിക്കുന്നതെന്നും സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 4 വർഷം എന്തു ചെയ്തു എന്നും ജനങ്ങളെ അറിയിക്കുവാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇവിടെ ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. അത് സോഷ്യൽ ഓഡിറ്റിംഗ് എന്നോ അല്ലെങ്കിൽ 4ാം വാർഷിക ആഘോഷമെന്നോ എന്തു പേരിട്ട് വിളിച്ചാലും സംസ്ഥാന സർക്കാർ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ്. പക്ഷെ അപ്പോഴും എന്തൊക്കെ ചെയ്തില്ല എന്നുള്ള കാര്യത്തിൽ ഒരു മറുപടി ഈ പരിപാടിയിൽ എവിടെയും പറയുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സോഷ്യൽ ഓഡിറ്റിംഗ് ആണെങ്കിൽ 2 ഭാഗവും പറയാനും 2 ഭാഗവും കേൾക്കാനും ഉള്ള ഒരു സംവിധാനം ഉണ്ടാവണം. ഇവിടെ പക്ഷേ ഒരു ഭാഗത്ത് നിന്ന് സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണി പറയുക മാത്രമാണ് ചെയ്യുന്നത്. മറുഭാഗത്ത് പ്രതിപക്ഷം ഇതിനെ ബഹിഷ്കരിക്കാനുള്ള കാരണവും അതുതന്നെയാണ്. സർക്കാർ ആശാവർക്കർമാരുടെ സമരം ഉൾപ്പെടെ PSC ഉദ്യോഗാർത്ഥികളുടെ സമരം ഉൾപ്പെടെ ഇവിടുത്തെ ആരോഗ്യകരണം പോലുള്ള പദ്ധതികൾ, അങ്ങനെ വെൽഫെയർ ആക്ടിവിറ്റീസ് മുഴുവൻ നിലച്ചു കിടക്കുകയും വ്യാവസായികമായിട്ടൊക്കെ വലിയ പ്രശ്നങ്ങൾ നേരിടുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലൊരു പദ്ധതി എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അതുകൊണ്ട് ഇന്നലെ കാസർഗോഡ് പ്രതിപക്ഷ MLA-മാരായിട്ടുള്ള 2 പേരും NA നെല്ലിക്കുന്നും അഷ്റഫും പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. പ്രതിപക്ഷം പൂർണ്ണമായും പരിപാടി ബഹിഷ്കരിക്കുകയാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ വാദമെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കിക്കൊല്ലുമ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് നിരവധി പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കുന്നു എന്നുള്ളതാണ്. കിഫ്ബി ഉൾപ്പെടെ അവരതിൽ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ 9 വർഷം ഇടതുപക്ഷമല്ലായിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ നിയോഗം തന്നെ മറ്റൊന്നാകുമായിരുന്നു, ഇത്തരത്തിലൊരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടക്കുമായിരുന്നില്ല എന്നുള്ള അവകാശവാദമാണ്. ഇന്ന് മുഖ്യമന്ത്രി വയനാട്ടിലുണ്ട്, മറ്റു മന്ത്രിമാരുൾപ്പെടെ എല്ലാവരുമുണ്ട്. നാളെ പക്ഷേ മന്ത്രിസഭാ യോഗം ഉണ്ടായിരിക്കും. ഇന്ന് വൈകിട്ട് പരിപാടികൾക്ക് ശേഷം മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. ഓക്കെ, VS രഞ്ജിത്ത്, പ്രേക്ഷകർ എഴുതുന്നു, രാജാവേ താങ്കൾ നഗ്നനാണ്, കിങ്കരന്മാർ മിണ്ടുന്നില്ല, താങ്കളെ ജനങ്ങൾ കൂകി വിളിക്കുന്നുണ്ട്, കണ്ണാടിയെങ്കിലും എടുത്തു നോക്കൂ രാജാവേ എന്നൊരു പ്രേക്ഷകർ എഴുതിയിട്ടുണ്ട്. പ്രതിപക്ഷത്തു നിന്നുള്ളൊരു പ്രേക്ഷകനാവാനാണ് സാധ്യത. എന്തായാലും അത്തരത്തിലുള്ള പ്രതികരണം കൂടി ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതും നമ്മൾ പ്രേക്ഷകരെ കേൾപ്പിക്കണമല്ലോ. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ശക്തമായ വിമർശനമാണ്, ധൂർത്ത് എന്നാണ് പ്രതിപക്ഷം ആക്ഷേപിച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പക്ഷേ ഇന്ന് വലിയ ആഘോഷ പരിപാടികളൊന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. എക്സിബിഷൻ അടക്കം ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകാത്ത സാഹചര്യത്തിൽ നേരിട്ട് ജനങ്ങളിലേക്ക് ചെല്ലുന്നു എന്നുള്ളതാണ്. അങ്ങനെ നേരിട്ട് ജനങ്ങളിലേക്ക് ചെന്നൊരു സംഭവമായിരുന്നു നമ്മളുടെ നവകേരള സദസ്സ്. പക്ഷേ അത് പിന്നീട് രക്ഷാപ്രവർത്തനത്തിന് വഴിമാറുന്നതാണ് പ്രേക്ഷകർ കണ്ടത്. അതൊക്കെ ഓർമ്മയിലുണ്ടാവണം.